ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഒരാളെ കല്യാണം കഴിക്കുക, അതും സ്നേഹിച്ച് തന്നെ അവരോടൊപ്പം ഒരു ജീവിതം പങ്കുവെക്കുക എന്ന് പറയുന്നത് ലൈഫിൽ തന്നെ ഏറ്റവും അടിപൊളി മൊമെന്റ് ആണ്. അങ്ങനെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അജ്മലിൻ്റെയും അതോടൊപ്പം ഫാത്തിമാൻ്റെ കല്യാണത്തിന് വന്നതാണ് കേട്ടോ. അങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഇതേ പെൺകുട്ടി ഇതേ വരുന്നുണ്ട്, മണവാട്ടി അടിപൊളിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ അവൻ കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് അവൾ ഇതാ സ്റ്റേജിലേക്ക് കയറി വന്നു. ആ കയ്യും എനിക്ക് സ്വീകരിക്കുമ്പോഴുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, രക്കത്തേക്ക് താര വരുമ്പോൾ അവളെ പിടിച്ച് അവൻ കറക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നബീല, അഷ്കറിന്റെ വലങ്കയാണ്. അപ്പുറം നമ്മുടെ ഈസ. അതോടൊപ്പം തന്നെ ഇതേ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, ഓരോരുത്തർ ഓരോരോ സൈഡിലൂടെ ആയിട്ടോ. ഇനി കല്യാണം കഴിക്കാത്ത നമ്മൾ മാത്രമേ വെച്ചുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് നിൽക്കുമ്പോൾ പെമ്പിള്ളേരൊക്കെ നൈസായിട്ട് വായി നോക്കുന്നുണ്ട് അൻസബ്. എന്നിട്ട് ഒരു കള്ളച്ചിരി ഇട്ടിട്ട് അളിയ ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് അവന് ചോദിക്കുന്നുണ്ട്. എടാ ഇത് ഇങ്ങനൊന്നും അല്ലടാ എന്ന് പറഞ്ഞ് താലിവാല ഞാൻ ഇട്ട് കൊടുക്കാതെ അജുവിന്റെ ഫ്രെഗിളും എല്ലാം കൂടി താലിവാല അങ്ങനെ ഒരു വിധത്തിലിട്ടു. അങ്ങനെ ലൈഫ് ഇത് അവന്റെ ഡാൻസ് പരിപാടിയായിട്ടോ. ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. സ്വന്തമായിട്ട് മന്തിക്കട ഉണ്ടെങ്കിലും ബിരിയാണി കഴിക്കുന്ന ഒരു ഹോബി ആയിട്ടുള്ള അന്തറും. അതോടൊപ്പം തന്നെ ഇതേ പാത്രം കിട്ടിയ ഉടനെ എങ്ങനെയെങ്കിലും ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാൻ നിർത്തുക ഓരോരുത്തർ. അങ്ങനെ നെസ്സിനും ഞാനും എല്ലാം ഫുഡ് കഴിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്തോ. ഫുഡ് നമ്മുടെ ഇലാഹിയ കാറ്ററിംഗ് ആയിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫും റൈസും ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും. എന്താ പറയണ്ടേ, വിശപ്പ് കാരണം എല്ലാം കൂടെ കൂട്ടി വാരി അങ്ങ് കഴിച്ചു കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കോഴിത്തരങ്ങ എടുത്തിട്ട് അൻസപ്പ് അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. കൂടത്തുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ കാട്ടർ ബീന്ന് ഞങ്ങൾ വിളിക്കും. അതോടൊപ്പം ദേ കുഞ്ചെറിയ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അജ്മലിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് പെമ്പിള്ളേരുടെ ഒപ്പം. ഇതാണ് ഷമ്മ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അവരെന്നെ എന്തോ ചെലി അടിക്കുന്നുണ്ട്, ആരോ വീഡിയോ കോളും വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, പിള്ളേരുമായി. ഇനി കല്യാണം കഴിക്കാൻ നമ്മൾ മാത്രം മിച്ചം. അപ്പോൾ എങ്ങനെയാ, അടുത്ത കല്യാണം ആരുടെ ആയിരിക്കും എന്തോ. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.